നമസ്കാരം. ശ്രീമതിയെ വെട്ടി കൊണ്ടത് മരുമകന്, പിണറായിക്ക് കെട്ട ബുദ്ധി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്താണ്? പിണറായിയുടെ പിഴച്ചുപോയ തന്ത്രം PK ശ്രീമതിയെ വെട്ടിമാറ്റി മരുമകനെ പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്തെത്തിക്കാൻ നടത്തിയ ശ്രമമാണോ? പിണറായിസത്തിൽ നിന്നും റിയാസിസത്തിലേക്ക് ചുവടുമാറ്റാൻ നോക്കിയ ക്യാപ്റ്റൻ്റെ തന്ത്രം പാളിപ്പോയോ? ഇങ്ങനെ കൃത്യമായ പദ്ധതിയുമായിട്ടാണ് പിണറായി വിജയൻ മധുരയിലെ പാർട്ടി കോൺഗ്രസ്സിന് എത്തിച്ചേർന്നത്. അതിലൊന്ന് മരുമകനായ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിക്കുക എന്നതായിരുന്നു. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി റിയാസിനെ ഉയർത്തിക്കാട്ടാനായിരുന്നു ഈ ഒരു ശ്രമം. ശ്രീമതിയുടെ ഒഴിവിൽ റിയാസിനെ CCയിൽ കയറ്റാനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ ശ്രീമതിക്ക് ഇളവ് കിട്ടിയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ പിണറായി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രായപരിധിയിൽ തട്ടി PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിക്ക് പുറത്താകുമെന്ന് എല്ലാവരും കരുതുകയും ചെയ്തു. എന്നാൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീമതിക്ക് ഇളവ് കിട്ടി. ഇതോടെ കേരളത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒഴിവുകൾ കുറഞ്ഞു. മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നതിനെ എതിർത്തവരുടെ പിന്തുണയിൽ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി നിലനിർത്തി എന്നുള്ളതാണ്. അതായത് അവരുടെ പിന്തുണയാൽ 75 വയസ്സെന്ന പ്രായപരിധിയെ പിണറായിയെപ്പോലെ തന്നെ ശ്രീമതിയും മറികടന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി മാറി. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ PK ശ്രീമതി എത്തിയത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ശ്രീമതിക്കുള്ള വിലക്കിന് കാരണമായി മാറുന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ PK ശ്രീമതി പങ്കെടുത്തിരുന്നു. യോഗം തുടങ്ങുമ്പോൾ പിണറായി ഇത് പാടില്ലെന്നും ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക ഇളവൊന്നും നൽകിയിട്ടില്ല എന്നും PK ശ്രീമതിയോട് പറഞ്ഞു. എന്നാൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയുമായിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനുമായും സംസാരിച്ചപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വിലക്കൊന്നും അറിയിച്ചിരുന്നില്ല എന്ന് ശ്രീമതി ടീച്ചർ പിണറായിക്ക് മറുപടി നൽകി. ഈ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ നൽകിയ ഇളവ് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ ബാധകമാകൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ മറ്റാരും ഒന്നും പറഞ്ഞില്ല. ഇതൊരു അസാധാരണ നിലപാടാണ്. വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ PK ശ്രീമതി പങ്കെടുത്തില്ല. എന്നാൽ ശനിയാഴ്ചത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായപരിധി കാരണം പുറത്തായവരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാക്കി ഇരിപ്പുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ AK ബാലൻ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ പരിഗണനയിലാണ് PK ശ്രീമതിക്കും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവസരം നൽകിയത് എന്നുള്ളതാണ്. കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രത്യേക പാർട്ടി ചുമതല ഏൽപ്പിക്കാറുണ്ട്. എന്നാൽ ശ്രീമതിക്ക് അത്തരമൊരു ചുമതലയും നൽകിയില്ല. കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള മുഹമ്മദ് റിയാസിൻ്റെ കയറ്റം ശ്രീമതി ഇല്ലാതാക്കിയെന്നാണ് ചില കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ പോലും. പ്രായപരിധി കർശനമാക്കിയതിനാൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ PK ശ്രീമതി, AK ബാലൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അത് പ്രായപരിധി മൂലമാണ്. പക്ഷേ പാർട്ടി കോൺഗ്രസ് PK ശ്രീമതിക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തി. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാശ്മീരിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നിവർക്കുമൊക്കെ പാർട്ടി കോൺഗ്രസ് പ്രായപരിധി ഇളവ് അനുവദിക്കുകയും ചെയ്തു. പിണറായിക്ക് കേരളത്തിലും കിട്ടി ഇളവ് എന്നുള്ളതാണ്. പിണറായിക്ക് മാത്രം ഇളവ് മതി എന്നായിരുന്നു ദേശീയ തലത്തിൽ കേരള ഘടകമെടുത്ത നിലപാട്. ഇതിന് വിരുദ്ധമായിട്ടാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ പദവി ഉറപ്പിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിണറായിയുടെ ആഗ്രഹത്തോടെ ആയിരുന്നില്ല എന്നാണ് പുതിയ പലതരത്തിലുമുള്ള സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ നിന്നും വിലക്കാൻ പിണറായിക്ക് കഴിയില്ല. പക്ഷേ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാനുള്ള കരുത്ത് MA ബേബിക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് ശ്രീമതിയോട് ഇനി ഡൽഹിയിൽ പ്രവർത്തിച്ചാൽ മതി എന്നാണ് പിണറായി പറയാതെ പറയുന്നത് ഇതിലൂടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാൻ ശ്രീമതിക്ക് അവകാശമുള്ളപ്പോഴാണ് ഈ പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള വിലക്ക് വന്നിരിക്കുന്നത്.
കേന്ദ്ര നേതൃത്വത്തിന് CPM സംസ്ഥാന ഘടകം നൽകുന്നത് കേരളത്തിലെ തീരുമാനം തങ്ങൾ തന്നെ എടുക്കാമെന്ന സന്ദേശമാണ് എന്നുള്ളതാണ്. കാരണം MA ബേബിയാണിപ്പോൾ CPMൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്നത്. കേരളത്തിലെ കാര്യങ്ങളിൽ ജനറൽ സെക്രട്ടറിയെ പോലും ഇടപെടാൻ അനുവദിക്കുന്നില്ല എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന ഘടകം നൽകുന്നത് എന്നുള്ളതാണ്. ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കില്ല എന്നത് സംഘടനാ തീരുമാനമാണ് എന്ന് ഗോവിന്ദൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഒഴിവാക്കിയതുവരെ കേന്ദ്ര കമ്മിറ്റിയിലെടുക്കുന്നത് കേരളത്തിൽ സംഘടനാ പ്രവർത്തനം നടത്താനല്ല എന്നും പകരം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്താനാണ് എന്നുകൂടി ഗോവിന്ദൻ സഖാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ഡൽഹിയിലെ പ്രവർത്തനത്തിനായാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതിയെ, അതായത് PK ശ്രീമതിയെ CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് എന്നും ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രശ്നങ്ങളിലൊന്നും തന്നെ ശ്രീമതി ഇടപെടേണ്ട എന്നുമാണ് ഗോവിന്ദൻ്റെ പക്ഷം. എന്നാൽ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി സംഘടനാപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് PK ശ്രീമതി സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കേണ്ട എന്ന നിലപാടിന് പിന്നിലെന്നുകൂടി ഗോവിന്ദൻ പറഞ്ഞു മെഴുകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം കൂടി പറയട്ടെ. എന്നാൽ സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ എന്നല്ല ആരും തന്നെ ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല എന്നാണ് ശ്രീമതി പറയുന്നതുണ്ടെങ്കിലും ആരും അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് പുതുതായി 3 പേരാണ് മധുര പാർട്ടി കോൺഗ്രസിൽ CPM കേന്ദ്ര കമ്മിറ്റിയിലെത്തിയിരിക്കുന്നത്. LDFൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണൻ, പിന്നൊന്ന് പുത്തലത്ത് ദിനേശൻ, K സലീഖ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ 3 മലയാളികൾ എന്ന് പറയപ്പെടുന്നത്. പുതിയ കേന്ദ്ര കമ്മിറ്റി പാനൽ ആ കേന്ദ്ര കമ്മിറ്റി CCയിൽ വെച്ചപ്പോൾ UP മഹാരാഷ്ട്ര ഘടകത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് മത്സരത്തിനൊടുവിലാണ് പാനൽ അംഗീകരിച്ചത് പോലും. എതിർത്ത് മത്സരിച്ച DL കാരാട് പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് 31 വോട്ടുകൾ ലഭിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ജോൺ ബ്രിട്ടാസ് MP അടക്കം 4 പേരെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തുകയും ചെയ്തു. പോളിറ്റ് ബ്യൂറോയിൽ 50% പുതുമുഖങ്ങൾക്ക് ഇടം നൽകിയപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും അതേ അഴിച്ചുപണി നടന്നു എന്നുള്ളതാണ്. അതായത് 84 അംഗ കമ്മിറ്റിയിൽ 1/3 പുതുമുഖങ്ങൾ എത്തിയെന്ന്. പുതിയ കമ്മിറ്റിയിൽ 30 പേരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. ഇത്തരത്തിൽ വലിയ മാറ്റം വരുത്തിയാണ്, അല്ലെങ്കിൽ വലിയ മാറ്റം വരുത്തിയത് തന്നെ മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഒരു മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ അതാണ് 75 വയസ്സെന്ന പ്രായപരിധി, ആ പ്രായപരിധി പിണറായിയെപ്പോലെ ശ്രീമതിയും മറികടന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായപ്പോൾ തകർന്ന് തരിപ്പണമായി പോയത് എന്നുള്ളതാണ്. ആ സ്വപ്നമായിരുന്നു. വിലക്കിയെന്ന് ഗോവിന്ദനും ശ്രീമതിയെ ആരും വിലക്കിയിട്ടില്ല എന്ന് MA ബേബിയും പറയുന്നു. ഒരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിലും ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ല എന്നാണ് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ബേബി പറയുമ്പോഴും പിണറായിയുടെ വാക്കുകൾ മാത്രമേ ഈ പാർട്ടിയിൽ നടക്കൂവെന്ന സന്ദേശമാണ് സംസ്ഥാന ഘടകം ഇപ്പോഴും നൽകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ ദേശീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പിണറായി പറയുന്നത് അനുസരിക്കേണ്ട സ്ഥിതിയിലേക്കൊരു പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. CPMലെ സംഘടനാ സംവിധാനത്തിൽ കേരളം ഇനി ഏറ്റവും ഉയർന്ന ഒരു ഘടകമായി മാറുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് അസാധാരണമായിട്ടുള്ള വിലക്കേർപ്പെടുത്തി CPM കേരള ഘടകം നടത്തിയ നീക്കം, ആ നീക്കമാണ് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രസക്തി ഇവിടെ കുറയ്ക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം നിലയിൽ PK ശ്രീമതിക്ക് കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടനാ ചുമതല ഏറ്റെടുക്കുവാനോ കഴിയില്ലെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചത് എന്നുള്ളതാണ്. അതുതന്നെ ഒരു സന്ദേശമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അസാധാരണമാണ്. സാധാരണ നിലയിൽ CPM ചട്ടപ്രകാരം കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ ആ ഘടകത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചട്ടം. എന്നാൽ പാർട്ടിയുടെ സകല ചട്ടവും കീഴ്വഴക്കവുമൊക്കെ പിണറായിക്ക് മുൻപിൽ തിരുത്തി എഴുതുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടിയും സർക്കാരുമൊക്കെ പിണറായിയായി മാത്രം മാറുന്നു, അല്ലെങ്കിൽ പിണറായിയെ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയെ പിൻനിരയിലേക്ക് ഒതുക്കി നിർത്തിയ പിണറായിയുടെ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി ഇപ്പോൾ മറ്റൊരു തീരുമാനം കൂടി സ്വന്തം നിലയിലെടുക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. PK ശ്രീമതിക്കെതിരെ അസാധാരണ വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്.
കൊല്ലത്ത് പ്രായപരിധിയിൽ ഒഴിവാക്കിയ ശ്രീമതി ടീച്ചർ മധുരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായപ്പോൾ ക്യാപ്റ്റന്റെ കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ ആ കണക്കുകൂട്ടൽ ഞെട്ടിച്ച ആ മിന്നലാക്രമണത്തിൽ പൊലിഞ്ഞുപോയത് മന്ത്രി റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിക്കാമെന്ന കണക്കുകൂട്ടലുകളായിരുന്നു. ആ പകയിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് അസാധാരണമായിട്ട് വിലക്കേർപ്പെടുത്തുവാൻ വിജയന് കഴിഞ്ഞു എന്നത് വലിയ കേമത്തരം തന്നെയാണ്. കേരളത്തിൽ CPM അടിമുടി മാറുകയാണ്. ഏകശിലയിലേക്ക് ഒരു പാർട്ടി എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഏകാധിപതിയായ ഒരു മുഖ്യൻ ഭരണം നടത്തുന്നു, പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ മരുമകൻ തൻ്റെ കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു, പാർട്ടിയുടെ കടിഞ്ഞാണിന് വേണ്ടിയുള്ള കളി. പക്ഷേ ഈ പാർട്ടി ഇപ്പോൾ പിണറായിസത്തിലാണ്. അതിനെ റിയാസത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പഠിച്ച പണി 18 പയറ്റിയാലും പിണറായി വിജയൻ എന്ന മഹാമേരു നിലംപതിച്ചാൽ റിയാസിനെ ഈ പാർട്ടി തന്നെ ചങ്ങലക്കിടും, അല്ലെങ്കിൽ ഒരു മൂലക്കിരുത്തുക തന്നെ ചെയ്യും. പാർട്ടിയുടെ കരുത്ത് അത്ര കണ്ട് ശോഷിച്ചിരിക്കുന്ന ഈ സമയത്ത് അസംതൃപ്തരും അടിമകളുമല്ലാത്ത പാർട്ടി നേതാക്കളും മൗനം വെടിയാത്തത് പിണറായിയെ വെല്ലുവിളിക്കുവാനുള്ള കരുത്ത് അവർക്കില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പിണറായി പറയുന്നതേ ഇവിടെ നടക്കൂ. പിണറായിസം സകലതും അട്ടിമറിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.